മക്കളെ ഡിഗ്രി പ്രിലിംസ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യണ്ടേ? ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഒരു പൊടിക്കൈ ഒന്ന് പ്രയോഗിച്ചാലോ? പൊടിക്കൈയാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാൻ റെഡിയാണ് എങ്കിൽ, ഒന്ന് സ്ട്രാറ്റജിക് ആയിട്ട് പോകാൻ റെഡിയാണ് എങ്കിൽ, ഒന്ന് മനസ്സുകൊണ്ട് ഒരുങ്ങാൻ റെഡിയാണ് എങ്കിൽ ഡിഗ്രി പ്രിലിംസ് 2026 ദാ ഇങ്ങനെ ക്ലിയർ ചെയ്യാം. ഞാൻ ആ വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവരെയും സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും. മക്കളെ, ഡിഗ്രി പ്രിലിംസ് 2026 പഠിക്കും മുമ്പ് തന്നെ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എത്ര മാർക്കാണ് നിങ്ങൾ വാങ്ങേണ്ടത്? ആ ധാരണയുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പരീക്ഷയാണ്. എന്താ ക്വാളിഫയിങ് നേച്ചറിലുള്ള പരീക്ഷ എന്നതോട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു പരീക്ഷ എഴുതി ആ പരീക്ഷ പാസ്സാവണം എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ കിട്ടണം എന്ന് നിർബന്ധമില്ല. പകരം കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ ആ പരീക്ഷ എന്ത് ചെയ്യാൻ പറ്റി? ക്രാക്ക് ചെയ്യാൻ പറ്റി. അതിന്റെ അടുത്ത ലെവലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പൊ ഇതിന് മുൻപുള്ള പ്രിലിംസ് പരീക്ഷകളുടെ കട്ട് ഓഫ് എന്ന് പരിശോധിച്ചാൽ ഈ അടുത്ത് വന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കട്ട് ഓഫ് 46.7659 ആയിരുന്നു. അതായത് ഏതാണ്ട് ഒരു 47 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. സബ് ഇൻസ്പെക്ടർ ആണെങ്കിലോ 42 മാർക്ക് കട്ട് ഓഫ് വന്നു. ഇനിയും അതിനു മുമ്പുള്ള പഞ്ചായത്ത് സെക്രട്ടറി ആണ് എങ്കിലും, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതിനു മുമ്പുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് എങ്കിലും ആ പരീക്ഷകൾക്കെല്ലാം ഒരു ആവറേജ് കട്ട് ഓഫ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് കണക്കാക്കാൻ കഴിയുന്നത് 45 മാർക്കിനും 50 മാർക്കിനും ഒക്കെ ഇടയിലാണ് ഒരു ആവറേജ് കട്ട് ഓഫ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ 2026 നടക്കാൻ പോകുന്ന ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് ആണ് എങ്കിലും, അതേപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറുടെ കട്ട് ഓഫ് ആണെങ്കിലും, എക്സൈസും ഒക്കെ ആയിക്കോട്ടെ, കമ്പനി ബോർഡും ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ 50നും 55 മാർക്കിനും ഇടയിൽ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, കട്ട് ഓഫ് ആണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എത്ര മാർക്ക് വേണം മക്കളെ? നമുക്ക് 60+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. 60+ മാർക്ക് സ്കോർ ചെയ്താൽ പിന്നെ നമ്മൾ ഒന്നും പേടിക്കേണ്ടി വരത്തില്ല. കൂളായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി. മെയിൻസിന് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങാൻ പറ്റും, ഒരു സംശയവും വേണ്ട. അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻ എത്രയാണ്? 60+ ആണ്. 60 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ആ വർക്ക് എങ്ങനെ വേണമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് മക്കളെ, പരമാവധി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പരമാവധി പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മക്കളെ നമ്മൾ സിലബസ് ഒന്ന് പരിശോധിച്ച് നോക്കിയേ. 10 മാർക്ക് ഹിസ്റ്ററി ഉണ്ട്. 10 ചോദ്യങ്ങളോളം ഹിസ്റ്ററിയിൽ നിന്ന് വരും. കേരള, ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററി. ജോഗ്രഫി ആണെങ്കിൽ 5 മാർക്കാണ്. എക്കണോമിക്സ് 5 മാർക്കാണ്. സിവിക്സ് 5 മാർക്കാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണ്. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് അവിടുന്ന് 10 മാർക്കാണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്കാണ്. സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കാണ്. സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി, മെന്റൽ റീസണിംഗ് ഒക്കെ വരുന്ന 20 മാർക്കാണ്. ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കാണ്. മലയാളം 20 മാർക്കാണ്. അതായത് 50 മാർക്കിന്റെ റീജിയൻ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആണ്. 50 മാർക്ക് വരുന്നത് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിൽ നിന്നും മാത്സിൽ നിന്നുമാണ്. ബാക്കി GK ടോപ്പിക്സിൽ നിന്നാണ് 50 മാർക്ക് വരിക. പ്രയോറിറ്റി മനസ്സിലാക്കി, ടോപ്പിക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കണം. അതിന് ഏറ്റവും നല്ലത് പരമാവധി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്രാക്കർ ടെസ്റ്റ് സീരീസ് സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ക്രാക്കർ ടെസ്റ്റ് സീരീസിന്റെ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന മക്കളെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടാണ്. അതായത് നിങ്ങൾ പരമാവധി ചോദ്യങ്ങളിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ പറയുന്ന ക്രാക്കർ ടെസ്റ്റ് സീരീസിലൂടെ കടന്നു പോകുമ്പോൾ 3300ഓളം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കും. 3300 ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിരിക്കും. അത് തിരക്കിട്ടല്ല, വളരെ സമയമെടുത്ത് കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു പോകാനുള്ള സമയമിട്ട് തന്നെയാണ് ഈ ക്രാക്കർ ഡിഗ്രി പ്രിലിംസ് ടെസ്റ്റ് സീരീസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മക്കളെ, ഇതിനകത്തിൽ നോക്കിയടാ, ഇതിനകത്തിൽ നമ്മൾ നേരെ ടെസ്റ്റ് സീരീസിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ടെസ്റ്റ് സീരീസിന്റെ ഒരു ഷെഡ്യൂൾ കാണാൻ പറ്റും. ആ ഷെഡ്യൂളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ്, ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് വരുന്നതെന്ന്. ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പഠിപ്പിച്ചു പോവുക, അല്ലെങ്കിൽ ടെസ്റ്റുകൾ തന്നു പോവുക. ഒരു 2 ഡെമോ ടെസ്റ്റ് ഇട്ടിട്ടുണ്ട് നിലവിൽ. ആ ഡെമോ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് രീതിയിലാണ് ഈ എക്സാം പോവുക എന്നുള്ളത്. നേരെ നിങ്ങൾ ഡെമോ ടെസ്റ്റിൽ പൊക്കോ, ആ ഡെമോ ടെസ്റ്റ് ചെയ്ത് നോക്കുകയോ. ആർക്ക് വേണമെങ്കിലും ആ ഡെമോ ടെസ്റ്റ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ഈ പരീക്ഷ കാണുന്ന എല്ലാവർക്കും അതിന് കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല.
എല്ലാവർക്കും ഒന്നാമത്തെ ഡെമോ ടെസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കയറിയിട്ട് ഡെമോ ടെസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്തോളാം. നിങ്ങൾക്കുള്ള മാർക്ക് എത്രത്തോളം ഉണ്ട് എന്ന് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ, ആദ്യത്തെ ഫുൾ ലെങ്ത് ടെസ്റ്റ് നമ്മുടെ ജനുവരി മാസം 20-ാം തീയതിയാണ് ആദ്യത്തെ ടെസ്റ്റ് വന്നത്. ആ ടെസ്റ്റ് അവിടെ കിടപ്പുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. ഇംഗ്ലീഷിലും എക്സാം ഉണ്ടാകും, മലയാളത്തിലും എക്സാം ഉണ്ടാകും. ഈ ഫുൾ ലെങ്ത് ടെസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയാണ് നമ്മൾ തരിക. എക്സ്പ്ലനേഷൻ PDF ഉൾപ്പെടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓരോന്നിന്റെയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കിയ ടെസ്റ്റ് 1 സെൽഫ് അസസ്മെന്റ് ആണ്. ഈ സെൽഫ് അസസ്മെന്റ് അത് ഇംഗ്ലീഷിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 100 ചോദ്യങ്ങൾ. സിലബസ് എന്താണോ ആ സിലബസ് അനുസരിച്ചാണ് ഫുൾ ലെങ്ത് എക്സാം വരിക. അതുമാത്രവുമല്ല, ഇവിടെ കൃത്യമായിട്ട് സമയം വളരെ മാറ്ററാണ്. 1.25 മണിക്കൂറിലാണ് നിങ്ങൾ ഈ പരീക്ഷ എഴുതുക. അപ്പൊ പരീക്ഷ എങ്ങനെയാണോ PSC ഹോളിൽ പോയി എഴുതുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് എഴുതി പഠിക്കാനായിട്ട്, ചെയ്തു നോക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ഒന്ന് കാണിച്ചു തരാം. നോക്കി, ഇത് മലയാളമാണ്. ഇവിടെ എല്ലാവരും സന്തോഷത്തോടെ കഴിയണം. ഈ ക്രിയ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ള മനോഹരമായ ചോദ്യം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. കണ്ടോ, ദായക പ്രകാരമുള്ള കാര്യമാണ് എന്നവിടെ പറയുന്നുണ്ട്. അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ കാരവം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? കാക്ക. കണ്ടോ കിടക്കുന്നേ. ചാട്ടം എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്രിയാനാമത്തിൽ പെടുന്നു. ഇങ്ങനെ കൃത്യമായി നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ്. നോക്കിയേ, ഹിമാലയ പർവ്വത നിരകളെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദ്യം. എന്നിട്ട് 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരയായ ഹിമാദ്രിയിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ലഘു ഹിമാലയത്തിനും ഹിമാദ്രിക്കും ഇടയിലുള്ള വിശാലമായ താഴ്വരകളെ ഡൂണുകൾ എന്ന് വിശേഷിപ്പിക്കാം. മഞ്ഞുമലകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹിമാലയ നിരയാണ് ഹിമാദ്രി. കണ്ടോ, 1 2 ശരിയാണ്, 2 3 ശരി, 1 3 ശരി, 1 2 3 ശരി. ഈ രീതിയിൽ നിലവിലത്തെ പരീക്ഷാക്രമത്തിന് അടിസ്ഥാനമാക്കി തന്നെയാണ് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് ഫ്രീ ഓപ്പൺ ടെസ്റ്റ്, ആർക്ക് വേണമെങ്കിലും എഴുതാവുന്ന ഫ്രീ ഓപ്പൺ ടെസ്റ്റ് ആണ്. 20/1/2026 നിങ്ങൾ ചെയ്തു. അതിന്റെ എക്സാം ചെയ്തിട്ടില്ല എങ്കിൽ നേരെ കയറിക്കോടാ. സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തു. ഫ്രീ മെറ്റീരിയൽസിൽ പോയോ അവിടെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് എടുത്താൽ മതി. അവിടെ ഡെമോ ടെസ്റ്റ് കിടപ്പുണ്ട്. ആ ടെസ്റ്റ് ചെയ്തോ കൃത്യമായി നിങ്ങൾക്ക് എക്സാമിനേഷൻ എന്താണെന്ന് മനസ്സിലാവും. ഇനി വരാൻ പോകുന്നത് 4/2 ഫെബ്രുവരി മാസം 4-ാം തീയതി. അന്ന് സെക്ഷണൽ ടെസ്റ്റ് 1 വരുന്നുണ്ട്. ആ സെക്ഷണൽ ടെസ്റ്റ് 1 എന്താണ് എന്നുള്ളതിന്റെ സിലബസും നമ്മൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ആ സിലബസ് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. 6/2 മാത്സ് ആൻഡ് റീസണിങ് വരുന്നുണ്ട്. 8/2 സെക്ഷണൽ ടെസ്റ്റ് 2 വരുന്നുണ്ട്. 10/2 ഫുൾ ലെങ്ത് ടെസ്റ്റ് അടുത്തത് വരുന്നുണ്ട്. 12/2 15/2 അങ്ങനെ കൃത്യമായ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ടെസ്റ്റ് സീരീസ് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ആളാണെങ്കിലും, എവിടെ പഠിക്കുന്ന ആളാണെങ്കിലും ഈ ടെസ്റ്റ് സീരീസും കൂടെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്തോണം. ഈ ടെസ്റ്റ് സീരീസിലൂടെ കടന്നു പോക്കോണം. എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇവിടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെ പഠിച്ചാലും ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. നമ്മുടെ സ്റ്റുഡൻസിന് ഇത് ഫ്രീ ആണ്. നമ്മുടെ കോഴ്സുകളിലുള്ള ആളുകൾക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നവും ഇല്ല. ബാക്കി എവിടെ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം എന്റെ അഭിപ്രായം, നിങ്ങൾ എവിടെ പഠിച്ച ആളാണെങ്കിലും, നിങ്ങൾ സ്വന്തമായി പഠിക്കുന്ന ആളാണെങ്കിലും, നിങ്ങൾ ഏത് വിധത്തിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ആളാണെങ്കിലും ഈ ടെസ്റ്റ് സീരീസ് കൂടി ഒന്ന് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കൂട്ടാൻ പറ്റും. 15 ഫുൾ ലെങ്ത് എക്സാം ഉണ്ട്, 25 സെക്ഷണൽ എക്സാം ഉണ്ട്, 10 മാത്സ് റീസണിംഗ് എക്സാം ഉണ്ട്, 10 ഇംഗ്ലീഷ് മലയാളം ടെസ്റ്റ് ഉണ്ട്, 3 BYQ ഉണ്ട്, 3 കറണ്ട് അഫയർ ഉണ്ട്, ഒരു ടെലഗ്രാം സപ്പോർട്ട് ഉണ്ടായിരിക്കും, മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, മോട്ടിവേഷണൽ സെഷനുകൾ ഉണ്ടായിരിക്കും, ഒരു പ്രോഗ്രസ് അനാലിസിസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഈ ഒരു ടെസ്റ്റ് പാക്ക് എന്ന് പറയുക. 999 രൂപ മാത്രമേ ഉള്ളൂ. 2499 രൂപ ടെസ്റ്റ് പാക്ക് ആണ്. 999 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. 3300 ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോവുക. അപ്പൊ ഈ രീതിയിൽ പഠിച്ചു പോകാൻ നിങ്ങൾ റെഡിയാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടാം. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഇനി അതല്ല എങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ. 8281223366. എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോടാം. നിങ്ങളുടെ മാർക്ക് കൂടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം.